മന്ത്രവാദി വേഴ്സസ് മെസ്സി നമുക്കതല്ല, പക്ഷെ നമുക്ക് കാണേണ്ടത് ആ മന്ത്രവാദവും കുതന്ത്രവും ഒക്കെ ആ വഴിക്ക് പോട്ടെ. നമ്മൾ കാത്തിരിക്കുന്നത് അർജന്റീന വേഴ്സസ് കേപ്പ് വെർദെ സൂപ്പർ പോരാട്ടമാണ്. ഈ ലോകകപ്പിൽ അർജന്റീനയെ പോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു ടീമാണ് കേപ്പ് വെർദെ. ഒരു കുഞ്ഞൻ രാജ്യം. അവർ വന്ന വലിയ പോരാട്ടം കാഴ്ചവെച്ച് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറുന്നു. അവരുടെ സ്വപ്ന തുല്യമായ ടൂർണമെന്റാണ് കേപ്പ് വെർദെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേപ്പ് വെർദെക്ക് അർജന്റീനയ്ക്കെതിരെ ഇന്ന് മറ്റൊരു അത്ഭുതം തീർക്കാൻ സാധിക്കുമോ? അവർ ജയിച്ചില്ലെങ്കിൽ അതൊരു സാധാരണ മത്സരമായി മാറും. ജയിക്കുകയാണെങ്കിൽ ലോക ചാമ്പ്യന്മാരെ അട്ടിമറിക്കുക അതൊരു ചില്ലറ കാര്യമാണോ? അപ്പോൾ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ഈ മത്സരം. മെസ്സിയുടെ വലിയ ആരാധകനാണ് കേപ്പ് വെർദെ ഗോൾ കീപ്പർ വൊസീഞ്ഞയെല്ലാം. അപ്പോൾ മെസ്സിയെ നേരിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വൊസീഞ്ഞ എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ വമ്പൻ പോരാട്ടത്തിനായി കാത്തിരിക്കുമ്പോൾ നമുക്കപ്പോൾ അക്ഷയ് കൂടി ചേരുന്നുണ്ട്. അക്ഷയ്, സ്വാഗതം. അക്ഷയ്, നമ്മൾ പറയുകയായിരുന്നു സ്വാഗതം അപ്പോൾ നമ്മൾ പറയുമായിരുന്നു മെസ്സി വേഴ്സസ് മന്ത്രവാദി എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രവാദിയേക്കാൾ നമ്മൾ ശരിക്കും വഹിക്കേണ്ടത് കേപ്പ് വെർദെയുടെ താരങ്ങളെയാണ്. ഈ ലോകകപ്പിലൊരു സ്വപ്ന തുല്യ തുടക്കം, ഇല്ലെങ്കിൽ ആ രാജ്യം വെറുതെ വന്ന് കളിച്ചു പോകുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷേ വെറുതെ വന്ന് മടങ്ങാൻ, വെറുതെ പോകാൻ വന്നവരല്ല കേപ്പ് വെർദേക്കാർ എന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു. അത് ആദ്യ മത്സരത്തിൽ തന്നെ അവർ തെളിയിച്ചു. വെറും 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കേരളത്തിലെ ഒരു കോർപ്പറേഷന് മാത്രം ജനസംഖ്യയുള്ള രാജ്യം ലോകവേദിയിൽ പന്ത് തട്ടുന്നു. ആദ്യ മത്സരത്തിൽ കിട്ടിയത് മുൻ ലോക ചാമ്പ്യന്മാരെ സ്പെയിനെ അവർ ഗോൾ അടിക്കാൻ അനുവദിക്കാതെ സമനിലയിൽ പൂട്ടി. തൊട്ടടുത്ത മത്സരത്തിൽ സമനില, വീണ്ടും സമനില, 3 മത്സരത്തിൽ സമനില, ഒറ്റ മത്സരം പോലും തോൽക്കാതെ. ഉറുഗ്വായും സ്പെയിനും ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ 2 ലോക ചാമ്പ്യന്മാർ അവരുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന അവർ ആരാധകർ പോലും വിചാരിച്ചിട്ടുണ്ട്, അവരുടെ നാട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതൊക്കെ കടന്ന് നോക്കൌട്ടിൽ എത്തിയിട്ടുണ്ട്. അർജന്റീന ഭയന്നേ സ്കലോണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേപ്പ് വെർദെയെ നിസ്സാരക്കാരായി കാണുന്നില്ല, അവരെ കുറിച്ച് അവരെ നല്ല എതിരാളിയായി കാണുന്ന അർജന്റീനയുടെ കോച്ച് തന്നെ പറഞ്ഞു. ഫുട്ബോളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വമ്പന്മാരും കുഞ്ഞന്മാരും ഒന്നുമില്ല. ആ 90 മിനിറ്റ് അല്ലെങ്കിൽ അതൊരു എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അർജന്റീന അടക്കം മുമ്പ് പല അട്ടിമറികൾ നേരിട്ടിട്ടുണ്ട്, ഫ്രാൻസ് നേരിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല ലോകകപ്പ് പല ടീം. ഈ ലോകകപ്പിൽ തന്നെ പരഗ്വേ അടക്കം ടീമുകൾ ജർമ്മനി ആരും പ്രതീക്ഷിച്ചല്ല. അതുപോലെ തന്നെ നെതർലൻഡ്സിന്റെ കാര്യം അതുപോലെയായിരുന്നു. മൊറോക്ക കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി നല്ല ടീമാണ്, പക്ഷേ കരുത്തവും പാരമ്പര്യവും ഒക്കെ. അപ്പോൾ പാരമ്പര്യത്തിനും ഇല്ലെങ്കിൽ മറ്റേ പഴയ പ്രതാപത്തിന്റെ കാര്യമൊന്നും പറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ കേപ്പ് വെർദെ ഭയക്കുന്നില്ല എന്ന് സ്കലോണിയെ പോലൊരു പരിശീലകൻ പറയാനും അതിൻ്റെ ഒരു കാരണം അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മൾ ഇനി നേരെ പോകുന്നത് അർജന്റീനയുടെ ഈ ലോകകപ്പിലെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അർജന്റീന 3 മത്സരങ്ങളും ജയിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ അർജന്റീനയുടെ ആ 3 മത്സരങ്ങളും സമ്പൂർണ്ണ ജയത്തിൻ്റെ തിളക്കവുമായി വന്ന അർജന്റീനയുടെ ആ പ്രകടനം എങ്ങനെയാണ് നമുക്ക് ആദ്യം വിശദമായി നോക്കാം. 3 മത്സരങ്ങളിലാണ് അർജന്റീന കളിച്ചത്. 3 മത്സരങ്ങളിലും തകർപ്പൻ ജയം സ്വന്തമാക്കിയായിരുന്നു അക്ഷയ്. ആദ്യത്തെ മത്സരത്തിൽ മെസ്സിയുടെ ഹാട്രിക്ക്. ലോകകപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി ഹാട്രിക്ക് നേടുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ 2 ഗോൾ അടിക്കും. അതും ഓസ്ട്രിയ അന്ന് ആദ്യത്തെ മത്സരത്തിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് സിദാന്റെ മകൻ ഗോൾ കീപ്പറായി നിൽക്കുന്നു. സിദാൻ ആ വേദിയിൽ നിൽപ്പുണ്ട്. അപ്പം അച്ഛനെതിരെ കളിച്ചു, വീണ്ടും മകനെതിരെയും കളിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ആ കളിയിൽ 3 ഗോളുകൾ നേരെ മെസ്സിയിൽ നിന്ന് ലോകകപ്പിൽ ഒരു ഹാട്രിക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനായിരുന്നു ഒരു കാത്തിരിപ്പുണ്ടാകും. അതിന് തൊട്ട് തലേ ദിവസമായിരുന്നു എംബാപ്പെ ഇരട്ട ഗോൾ അടിക്കുന്നു, ഹാലൻഡ് ഇരട്ട ഗോൾ അടിക്കുന്നു. അപ്പോൾ മെസ്സിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാത്തിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ആരാധകരെയും തൃപ്തിപ്പെടുത്തി. ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ മെസ്സി ഫോം ആകുന്നത് എപ്പോഴും സംഭവിക്കുന്നത്. ട്രാക്കിലാകാൻ 2 മത്സരമൊക്കെ സാധാരണ വേണ്ടി വരാറുണ്ട്. പക്ഷെ ഇത്തവണ ആദ്യത്തെ മത്സരത്തിൽ തന്നെ 3 ഗോൾ അടിച്ചു. അത് ഗംഭീര കളിയാണ് കാഴ്ചവെച്ചത്. നല്ല രീതിയിൽ 2 അടിപൊളി. മെസ്സിയുടെ ഇടങ്കാലെന്ന് പറയുന്നത്, പിന്നെ ഇടങ്കാലിൽ പന്ത് കിട്ടിയാൽ എതിരാളികൾ മെസ്സിയുടെ ഒരു ഏരിയ ഉണ്ട്, സ്ഥിരം ഫ്രീ കിക്ക് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ സ്ഥലത്ത് ബോൾ കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് മെസ്സി ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരമായിരുന്നു. അൾജീരിയക്കെതിരെ ആധികാരികമായി തന്നെ ജയിച്ചു കയറി മെസ്സി 3 ഗോൾ അടിക്കുകയും ചെയ്തു. പകരം 80 മിനിറ്റ് വരെ കളിച്ച ശേഷമാണ് മെസ്സി ആ മത്സരത്തിൽ നിന്ന് മാറിയത്. അതേപോലെ തന്നെ അൾജീരിയയുടെ രണ്ടാമത്തെ മത്സരം വന്നത് ഓസ്ട്രിയക്കെതിരായ മത്സരമായിരുന്നു. അത് കുറച്ചുകൂടെ കടുത്ത മത്സരമായിരുന്നു. അർജന്റീന ഈ ലോകകപ്പിൽ ഇതുവരെ നേരിട്ടതിൽ വലിയ മത്സരം, പ്രത്യേകിച്ച് ഗീഗൻ പ്രസിംഗ് എന്ന് പറയുന്ന റാൽഫ് റാഗ്നിക്കിന്റെ ആ വലിയൊരു, അതായത് എതിരാളികളുടെ കാലിൽ പന്ത് തൊടാൻ പോലും കൊടുക്കാത്ത ഒരു ടീം. ആ തരത്തിലാണ് ഓസ്ട്രിയയെ വളർത്തിയെടുത്തിരിക്കുന്നത് റാൽഫ് റാഗ്നിക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ടീമിനെതിരെ വലിയ രീതിയിൽ പെടാപ്പാട് വിടുന്ന അർജന്റീനയെ കണ്ടു. പക്ഷെ അവിടെയും രക്ഷകനായി എത്തുന്നത് മറ്റാരുമല്ല, ലിയോണൽ മെസ്സി തന്നെയാണ്. അവിടെയും മെസ്സി വേണ്ടി ശരിക്കും ഓസ്ട്രിയ തോറ്റ അർജന്റീനയോടല്ല, മെസ്സിയോടാണ്. 2 ഗോളുകൾ നേടി. ആ 2 ഗോളും അത് ഫസ്റ്റ് ഒരു പെനാൽറ്റി കിട്ടി. പെനാൽറ്റി അത് പുറത്തേക്ക് അടിച്ചപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വന്നതാണ്. മെസ്സിയുടെ ബോഡി ലാംഗ്വേജിലൊക്കെ ഉണ്ട്. അദ്ദേഹം ആ മത്സരത്തിന് ശേഷം തുറന്നു പറഞ്ഞു, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയെന്ന് മെസ്സി തന്നെ തുറന്നു പറഞ്ഞു. അതിനുശേഷം 2 അസാധ്യമായ ഗോളുകൾ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ആ ഗോൾ എന്ന് പറയണം. അൽവാരസിന് കറക്റ്റ് കൊടുത്ത പാസ്സായിരുന്നു. അത് അൽവാരസ് അടിച്ചില്ല, പീബോണ്ട് വന്നു, വലതുകാലം കൊണ്ട് തട്ടിയിട്ട് ആ ഒരു ആംഗിളിലൂടെ ഒരു ഗോൾ അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ആ ബോൾ കൺട്രോൾ
നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴൊന്നും കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് മറ്റേ എന്താ ലൈഫ് ടൈമിൽ കണ്ടാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. വീണ്ടും റീപ്ലേ എടുത്ത് വേറൊരു ആംഗിളൊക്കെ നോക്കുമ്പോഴാണ് മെസ്സി രണ്ടാമത് ആ ബോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാലിൽ തട്ടി തെറിക്കുമ്പോൾ വയ്ക്കുന്നു. അത് വല്ലാത്തൊരു ആംഗിൾ തന്നെയായിരുന്നു. പക്ഷെ ഒരുപക്ഷെ മെസ്സിക്ക് മാത്രം സാധിക്കുന്ന, അല്ലെങ്കിൽ മെസ്സിയുടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോവില്ല. അങ്ങനെ ഒരു മെസ്സിയുടെ നല്ലൊരു ഉഗ്രൻ ഗോളായിരുന്നു അതുണ്ടായിരുന്നത്. ഇനി മൂന്നാം മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ജോർദാനെതിരെയായിരുന്നു ജയിച്ചത്. അത് 3-1 ഒരു ജയമായിരുന്നു. അർജന്റീന ഈ ലോകകപ്പിൽ ആദ്യമായി ഗോൾ വഴങ്ങിയ മത്സരം എന്നൊരു വേണം പറയേണ്ടി. അത് ബെഞ്ച് സ്ട്രെങ്ത് അതൊന്നും പരീക്ഷിക്കാൻ വേണ്ടി സ്കാലോണി കിട്ടിയ അവസരമായിരുന്നു. 2 മത്സരം ആധികാരികമായി ജയിച്ചു, നോക്കൌട്ടിൽ ഉറപ്പിച്ചു. അപ്പോൾ 3-ാം മത്സരം ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കണമായിരുന്നു. അത് കൃത്യമായി തന്നെ നൽകി. ലോ സെൽസോ ഒരു ഗംഭീര ഫ്രീ കിക്കിലൂടെ, സാധാരണ മെസ്സിയാണ് ഇങ്ങനത്തെ ഫ്രീ കിക്ക് എടുക്കുന്നതാണ്. അപ്പോൾ മെസ്സി ഇല്ലാത്ത സമയത്ത് തകർപ്പന ഒരു ഫ്രീ കിക്കിലൂടെ ലോ സെൽസോ ആദ്യം ഗോൾ അടിക്കുന്നു, പിന്നീട് ഔട്ടാറോ മാർട്ടിനസ് ഗോൾ അടിക്കുന്നു, ഒടുവിൽ മെസ്സി വന്ന് ഫ്രീ കിക്ക്, ഒരു ഈ ലോകകപ്പിൽ ഒരു ഫ്രീ കിക്കിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.